ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇട്ട വീഡിയോ കണ്ടില്ലേ? നമ്മുടെ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പോലീസുകാർ വളരെ കഷ്ടപ്പെട്ട് ആ റോഡിലുള്ള കുഴിയൊക്കെ അടയ്ക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പം മഴയൊക്കെ ആയി, ഇനിയിപ്പോൾ റോഡ് നിറയെ കുഴികളൊക്കെ ആയിരിക്കും. കുണ്ടും കുഴിയാണ്, നമുക്കറിയാമല്ലോ, ഫുൾ ടൈം കുഴിയാണ്. മഴയാകുമ്പം വെള്ളം നിറഞ്ഞ് കുഴി ഏതാ, വഴി ഏതാ, പുഴ ഏതാ, തോടേതാണെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇതിനുള്ള ടാക്സൊക്കെ നമ്മളോട് കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് പിരിച്ചെടുക്കുന്നുണ്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഉടനെ കേസ്, എല്ലാത്തിനും കേസാണല്ലോ. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മുടെ പോലീസുകാർ എത്ര കഷ്ടപ്പെട്ടാണ് ആൾക്കാരെയൊക്കെ മാറ്റി, വണ്ടികൾ വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ അവർ അവരുടെ ജോലി ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർ കുഴി അടച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് വരുന്നൊരു കഷ്ടപ്പാട്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഇപ്പം മുഖ്യമന്ത്രി, ഇപ്പം കേരളത്തിലുള്ള എല്ലാവർക്കും മുഖ്യമന്ത്രിമാരാകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ പോകുമ്പോഴും ഇതുപോലെ കുഴി അടച്ച് തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, ഓരോ 2 വീലറും ഒക്കെ വന്ന് 4 വീലറുകാർ പിന്നെയും രക്ഷപ്പെട്ടു പോകും. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് വലിയ കുഴിയൊക്കെ ആണെങ്കിൽ. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കണ്ടത്, ഒരു കുട്ടി അമ്മയോടെ നടന്നു പോകുമ്പം നേരെ കുഴിയിലേക്കാണ്. അത് കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളൊരു കുട്ടി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആ കുഞ്ഞ് എണീറ്റ് പോരുന്നു. പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ ഇതായിരിക്കില്ല സംഭവിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയാണ് ആ കുഴിയിലോട്ട് വീഴുന്നതെങ്കിൽ ചിലപ്പം ഇതിലും കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ആര് സമാധാനം പറയും? ഇതൊക്കെ ആരോട് ചോദിക്കാൻ? ഇതിനൊക്കെ ആരാ സമാധാനം പറയുന്നത്? നമ്മൾ ഇതിനൊക്കെ എവിടെ പരാതി കൊടുക്കണ്ട? പരാതി കൊടുത്തിട്ട് എന്താ കാര്യം? ഇതൊക്കെ വർഷങ്ങളായിട്ട് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ പ്രതിഷേധിച്ച് നമ്മുടെ നമ്മൾ പ്രതിഷേധിച്ച് അങ്ങേയറ്റായെന്ന് പറയുന്നതല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ പ്രതിഷേധിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിൻ്റെയൊക്കെ നമ്മൾ കണ്ടാണല്ലേ, പറഞ്ഞ് മടുത്തായതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ നമ്മളെല്ലാവരും മുഖ്യമന്ത്രിമാരല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഓരോ പൗരനും ഓരോ പോലീസുകാരനെയോ വല്ലതും കൊടുക്കുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ ഒരാൾ നമ്മൾ കൂടെ കൊണ്ടുപോകുക, നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കുഴിയടച്ച് പോകാനായിട്ട് ഒരാളെ കൂടെ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ല. എന്നാലേ നമുക്ക് ഈ മഴക്കാലത്ത് നമ്മുടെ കേരളത്തിലെ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം മുഖ്യമന്ത്രിക്ക് പേടിക്കേണ്ട കാര്യമില്ല, മന്ത്രിമാർക്കും പേടിക്കേണ്ട കാര്യമില്ല. അവർ വരുമ്പോഴത്തേക്ക് കുഴി അടച്ചു കൊടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആളുണ്ട്. നമുക്കതിനൊന്നും ആരുമില്ലല്ലോ. നമ്മൾ ഈ കുഴിയൊക്കെ താണ്ടി വേണം നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് എത്താനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെ. ഈ മഴക്കാലത്തെങ്കിലും അതിന് മുന്നായിട്ടെങ്കിലും ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കാനായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിസഭയോടും ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. മഴക്കാലം ആവുന്നതിന് മുന്നെങ്കിലും ഈ റോഡൊക്കെ ഒന്ന് ശരിയാക്കണം. റോഡ് എത്ര ശരിയാക്കിയാലും വീണ്ടും കുഴിയാവും, അത് നമുക്കറിയാം. അത്ര നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റമാണല്ലോ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്, നമുക്കറിയാം. എന്നാൽ പോലും അതിനൊന്ന് ശ്രമിക്കണമെന്നൊരു ചെറിയൊരു അപേക്ഷയുണ്ട്.